നമസ്കാരം, ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ലോകവാർത്തകൾ വേഗത്തിൽ നോക്കാം. ലോകം ഉറ്റുനോക്കുന്ന ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ സൊഹ്റാൻ മംദാനിക്ക് വിജയം പ്രഖ്യാപിച്ച മാധ്യമ ഏജൻസികൾ. മംദാനി ഇന്ത്യൻ വംശജനും ഫലസ്തീൻ അനുകൂലിയുമായ സ്ഥാനാർത്ഥിയായിരുന്നു. അമേരിക്കയിൽ കാർഗോ വിമാനം തകർന്നു വീണ 3 മരണം, നിരവധി പേർക്ക് പരിക്ക്. കെന്റക്കിയിലെ ലൂയിസ് വില്ലയിലാണ് അപകടം. ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ വിമാനം തകരുകയായിരുന്നു. UPS കമ്പനിയുടെ വിമാനമാണ് തകർന്നത്. വിമാനത്തിൽ 3 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അപകട കാരണം വ്യക്തമല്ല. രക്ഷാപ്രവർത്തനം തുടരുന്നു. സുഡാനിൽ ആഭ്യന്തര യുദ്ധം നിയന്ത്രണാതീതമായി തുടരുന്നതായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ജനം പട്ടിണി മരണം നേരിടുന്നു. 2 വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ഗുട്ടറസ് ഖത്തറിൽ നടക്കുന്ന UN ഉച്ചകോടിയിൽ പറഞ്ഞു. സുഡാനിലെ ആഭ്യന്തര സംഘർഷങ്ങൾ പരിഹരിക്കാൻ US ശ്രമം തുടരുന്നതായി വൈറ്റ് ഹൌസ്. ഈജിപ്ത്, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുമായി ചേർന്ന് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുന്നതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കി. സിറിയൻ പൗരന്മാർക്ക് ഇനി അഭയം നൽകില്ലെന്ന് ജർമ്മനി. സിറിയയിലെ ആഭ്യന്തര യുദ്ധം അവസാനിച്ചെന്നും അതിനാൽ സിറിയൻ പൗരന്മാർക്ക് രാജ്യത്തേക്ക് മടങ്ങിപ്പോകാമെന്നും ജർമ്മൻ ചാൻസലർ പറഞ്ഞു. 1.3 മില്യൺ സിറിയൻ പൗരന്മാർക്കാണ് ജർമ്മനി ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അഭയം നൽകിയിരുന്നത്. മെക്സിക്കോയിൽ US സൈന്യത്തെ അയക്കുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് മെക്സിക്കോ പ്രസിഡന്റ് ക്ലാഡിയ ഷെയ്ൻബോം. US CIA കീഴിൽ പ്രത്യേക സംഘത്തെ മെക്സിക്കോയിലേക്ക് അയക്കുന്നുവെന്ന വാർത്തയും പ്രസിഡന്റ് നിഷേധിച്ചു. മെക്സിക്കോ സ്വതന്ത്ര രാജ്യമാണെന്നും ഷെയ്ൻബോം പ്രതികരിച്ചു. ഫിലിപ്പീൻസിൽ ചുഴലിക്കാറ്റിൽ 40 മരണം. മധ്യ ഫിലിപ്പീൻസിൽ വീശിയ കൽമേഗി ചുഴലിക്കാറ്റ് വിവിധയിടങ്ങളെ വെള്ളത്തിലാഴ്ത്തി. ശക്തമായ മഴയെയും വെള്ളക്കെട്ടിനെയും തുടർന്ന് നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഫിലിപ്പൈൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ തകർന്നു വീണ് 6 സൈനികർ കൊല്ലപ്പെട്ടു. അറ്റ്ലാന്റിക് തീരത്ത് 1.7 ടൺ കൊക്കെയിൻ കൊണ്ടുപോകുകയായിരുന്ന നാർക്കോസ് സബ് കപ്പൽ പിടികൂടി പോർച്ചുഗീസ് അധികൃതർ. 4 പേരെ അറസ്റ്റ് ചെയ്തു. IBPN ഉപദ്വീപിലേക്ക് പോവുകയായിരുന്ന കപ്പലാണ് പിടിച്ചെടുത്തത്. മോശം കാലാവസ്ഥയെ തുടർന്ന് കപ്പൽ കരയിലെത്തിക്കാൻ കഴിഞ്ഞില്ല. US മുൻ വൈസ് പ്രസിഡന്റ് ഡിക് ചിനി എന്ന റിച്ചാർഡ് ബ്രൂസ് ചിനി അന്തരിച്ചു. ജോർജ് W. ബുഷ് പ്രസിഡന്റായിരുന്ന കാലത്താണ് 2001 മുതൽ 2009 വരെ ഡിക് ചിനി വൈസ് പ്രസിഡന്റായിരുന്നത്. US ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ പ്രസിഡന്റായാണ് ഡിക് ചിനി അറിയപ്പെടുന്നത്.